നമസ്കാരം. പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തമായി തുടരുന്നു. ദീർഘകാലമായി നിലനിൽക്കുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തെക്കുറിച്ച് അധികമൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു 60 ദിവസത്തേക്ക്. ആ കാലാവധി അവസാനിച്ചിട്ടില്ല. പക്ഷേ ഹൂതികളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 7 ദിവസമായി 5 പ്രാവശ്യമാണ് മിസൈൽ ആക്രമണമോ തത്തുല്യമായ രീതിയിലുള്ള മറ്റ് പ്രകോപനങ്ങളോ സംഭവിച്ചത്. ഇതിനെല്ലാം തന്നെ ഇസ്രായേൽ വിജയകരമായി പ്രതിരോധിക്കുന്ന, പതിവ് പോലെ തന്നെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയും ലോകം കാണുകയുണ്ടായി. ഇവിടെ പുതിയതായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡിഫൻസ് സംവിധാനത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. THAAD എന്ന് പറയും, THAAD. അതൊരു ഏറിയൽ ഡിഫൻസ് സംവിധാനമാണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഡിഫൻസ് സംവിധാനം. അമേരിക്ക ഇസ്രായേലിന് നൽകിയ ഒരു സംവിധാനമാണ്, സാങ്കേതിക വിദ്യയാണ്. നമുക്കറിയാം, മുൻപ് നമ്മൾ അയൺ ഡോം എന്ന് പൊതുവെ അങ്ങ് പറയുന്ന ഒരു സംവിധാനമുണ്ട്. വെളിയിൽ നിന്ന് വരുന്ന റോക്കറ്റുകൾ, അല്ലെങ്കിൽ അടുത്തു നിന്ന് വരുന്ന ഹിസ്ബുള്ളയുടെയോ ഹമാസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അയൽ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ചെറുകിട റോക്കറ്റുകളെ പ്രതിരോധിക്കാനുള്ള ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് പൊതുവെ അയൺ ഡോം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ മിസൈൽ കവചങ്ങളെയും, മിസൈൽ പ്രതിരോധ കവചങ്ങളെയും ചേർത്ത് പറയുന്ന പേരും ഒരുപക്ഷെ അയൺ ഡോം എന്ന് തന്നെയാണ്. അതൊരു മൊത്തത്തിൽ അങ്കോട്ടത്താപ്പിൽ പറയുന്നൊരു പേരാണ്. പക്ഷേ അവിടെ തന്നെ 3 തരത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളുണ്ട്. അയൺ ഡോം ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അത് തീർച്ചയായും തൊട്ടയൽ പ്രദേശമായ പലസ്തീനിൽ നിന്നും, അതായത് ഗാസയിൽ നിന്നും അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും വരുന്ന മൊളോട്ടോവ് കോക്ടെയിലുകൾ മുതൽ ചെറിയ ചെറിയ ഹ്രസ്വദൂര 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 30 കിലോമീറ്റർ ദൂരമുള്ള ചെറിയ മിസൈലുകളാണ്. നിരന്തരം ആയിരക്കണക്കിന് മിസൈലുകളാണ് പതിക്കുന്നത്. അതൊന്നും വലിയ വാർത്തയുമല്ല. അതിനെല്ലാം തന്നെ തടുക്കുന്ന ഒരു ചെറിയ സംവിധാനമാണ്. പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ് ഡേവിഡ് സ്ലിംഗ്. ഡേവിഡ്, നമുക്കറിയാം, ദാവീദ് രാജാവ്, ദാവീദ് ബാലനായിരുന്ന സമയത്ത് ഫെലിസ്തീനായ ഗോലിയാത്തിനെ, ഫെലിസ്തീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗാസയാണ്, ഫെലിസ്തീനയുടെ നാടാണല്ലോ ഗാസ. അപ്പോൾ അന്നത്തെ ഫെലിസ്തീനിൽ നിന്ന് വരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാനായി എന്ന സാങ്കേതികമായ അർത്ഥത്തിൽ പ്രതീകാത്മകമായി ദാവീദിൻ്റെ പേരിലുള്ള ഡേവിഡ് സ്ലിംഗ്, ദാവീദിൻ്റെ കവണ എന്ന പേരുള്ള ഹ്രസ്വദൂരം, അതുപോലെ മിഡിൽ റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് തടുക്കുന്ന മിസൈൽ, ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമാണ് ഡേവിഡ് സ്ലിംഗ്. അതുപോലെ മറ്റൊന്നു കൂടിയുണ്ട്, ആരോ എന്ന് പറയുന്നത് കുറച്ചുകൂടി ദീർഘദൂര മിസൈലുകളെ തടഞ്ഞു വെക്കാൻ, തടഞ്ഞിടാൻ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അത് ഏറിയൽ ബാറ്ററീസാണ്, അതായത് ലോഞ്ച് പാഡുകളിൽ കൊണ്ടുപോകാവുന്ന. ഇതെല്ലാം തന്നെ അങ്ങനെയാണ്. ലോഞ്ച് പാഡുകളിൽ ചക്രം ഘടിപ്പിച്ച വാഹനങ്ങളിൽ മിസൈൽ ലോഞ്ചറുകൾ, ആൻറ്റി മിസൈൽ ലോഞ്ചറുകൾ വരും. ആകാശത്തേക്ക്, ഇസ്രായേലിൻ്റെ ആകാശത്തേക്ക് കടന്നു വരുന്ന മിസൈലുകളെ ആകാശ അതിർത്തിയിൽ വെച്ച് തന്നെ ഭേദിക്കാൻ തക്ക പ്രഹരശേഷിയുള്ള കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പുതിയതായി THAAD സംവിധാനം. നോക്കൂ, യമനിലെ ഹൂതികൾ വളരെ അകലെയാണ്, വളരെ അകലെ നിന്നുമാണ്. യമൻ്റെ മണ്ണുമായി ഇസ്രായേലിന് 2000-ലധികം കിലോമീറ്റർ ദൂരമുണ്ട്. വളരെ ദൂരെ ഉള്ള ഒബ്ജക്ട്സ് ലോഞ്ച് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇനി 3000 കിലോമീറ്റർ, ഈ പറയുന്നത് THAADനെ കുറിച്ച് പറയുന്നത് 870 കിലോമീറ്റർ മുതൽ 3000 കിലോമീറ്റർ വരെ അകലെ നിന്ന് ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രജക്ടറി കണ്ടെത്തി അതിനെ ആകാശ അതിർത്തിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന THAAD മിസൈൽ കവചം. ഇത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു വിഖ്യാതമായ ഇടപാടാണ്. മുൻപുള്ള കാര്യങ്ങളെല്ലാം തന്നെ റഫാലുമായി ഉള്ള ഇടപാടുകളാണ്. റഫാൽ എന്ന ഫ്രഞ്ച് കമ്പനി, അതും ഇസ്രായേലും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ്. നേരത്തെ സൂചിപ്പിച്ച 3 സംവിധാനങ്ങളും. ഇത് അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണം അതിന് പിന്നിലുണ്ട്. അമേരിക്ക നൽകിയതാണ്. ഇപ്പോൾ ഇസ്രായേൽ അത് പെർഫെക്റ്റ് ചെയ്തെടുത്തിരിക്കുന്നു. ഇവിടെ കാതലായ ചോദ്യമെന്ന് പറയുന്നത്, നിരന്തരമായി ഇസ്രായേൽ നിരന്തരമായി ബോംബാർഡ് ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. ഒരു വിഭാഗവുമായി കരാർ ഏർപ്പെട്ടാലും മറ്റ് വിഭാഗങ്ങളുണ്ട്. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ, ഇസ്രായേലിനും പലസ്തീനും ഒരുപോലെ തന്നെ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായി വെസ്റ്റ് ഏഷ്യയിൽ നിലനിൽക്കാനും പരസ്പരം അംഗീകരിക്കാനുമുള്ള സന്മനസ് ഇരു കൂട്ടരും കാണിച്ചില്ല എങ്കിൽ മിസൈൽ സംവിധാനങ്ങളെക്കുറിച്ച് നാം ഏറെ സംസാരിക്കേണ്ടി വരും. നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് മിസൈൽ കവചം പോരാതെ വരും. പലപ്പോഴും ഈ അയൺ ഡോം ഭേദിച്ചുകൊണ്ട് മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചു. കാര്യമായ കാഷ്വാലിറ്റി, ഹ്യൂമൻ കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമാണ് അത് വലിയ വാർത്തയാകാതിരുന്നത്. പക്ഷേ
ഇവിടുത്തെ ചോദ്യമെന്ന് പറയുന്നത് സമാധാനം അകലെയാണോ? സമാധാനം അത്ര അകലെയല്ല എന്ന് തന്നെയാണ് വളരെ ഒപ്റ്റിമിസ്റ്റിക്കായി നമുക്ക് ചിന്തിക്കാവുന്നത്. കാരണം ഒരിക്കൽ കൂടി ഖത്തർ നയതന്ത്ര മേശകൾ തുറന്നിട്ടിരിക്കുന്നു. നമുക്കറിയാം ഖത്തർ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലും ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലുമൊക്കെ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു. ഹമാസിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ ഹമാസിൻ്റെ ഉന്നത നേതൃത്വം മുഴുവൻ തന്നെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. യഹ്യ സിൻവാറും അതുപോലെ ഇസ്മായിൽ ഹനിയായും എല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെയും പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതൃത്വം ഇപ്പോൾ ഇതാ ദോഹയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. ദോഹയിൽ അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ചയിലാണ്. അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം ക്ലിയറാക്കി വെട്ടിപ്പാക്കണം എന്ന ഒരു അന്ത്യശാസനം അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപ് തന്നെ ജനുവരി 20, 2025 മുൻപ് തന്നെ ഏതെങ്കിലും രൂപത്തിലൊരു വെടിനിർത്തൽ കരാറും അതുപോലെ ബന്ദി കൈമാറ്റവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സേനയെ ഹമാസ് ഒരിക്കൽ നിയന്ത്രിച്ചിരുന്ന ഗാസയുടെ മണ്ണിൽ നിന്നും വിഡ്രോ ചെയ്യുകയും ഗാസയ്ക്ക് പോസ്റ്റ് വാർ ഗാസയ്ക്കായി ഒരു പുനരുജ്ജീവന പാക്കേജ് ഉണ്ടാവുകയും എല്ലാം ചേരുന്ന സമഗ്ര കോംപ്രഹെൻസീവായ ഒരു കരാറാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി അണിയറയിൽ ഇത് ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പൊതുവെ അവിടെ ആ ഫ്രണ്ടിൽ സമാധാനം കാണുന്നു. ഹൂതികളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് വലിയ പ്രകോപനം ഉണ്ടാകുന്നത്. സിറിയയുടെ ആഭ്യന്തര യുദ്ധം ഏതാണ്ട് അവസാനിച്ചു. അവിടെ HTSൻ്റെ തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം അവിടെ അധികാരത്തിൽ വന്നു. ഇസ്രയേലുമായി പരസ്യമായ ഏറ്റുമുട്ടലില്ല എന്ന് സിറിയയുടെ പുതിയ നേതൃത്വം പറഞ്ഞ സ്ഥിതിക്ക് ഇറാനിൽ നിന്നും കാര്യമായ ശബ്ദങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേൾക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും സമാധാനത്തിനുള്ള ഒരു ചെറിയ ഒരു നുറങ്ങു വെളിച്ചം അത് അതീവ അനധിവിദൂരമായ ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പൂർണ്ണ സമാധാനത്തിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും സംഘർഷം ലഘൂകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഡിഫൻസ് സംവിധാനം സമാന്തരമായി ഒരുങ്ങിക്കൊണ്ടിരിക്കും. ധാഡ് മിസൈലുകൾ കൂടുതലായി വിന്യസിച്ചുകൊണ്ടിരിക്കും. ഏത് നിമിഷവും മറ്റൊരാക്രമണം ഉണ്ടാകാം. കാരണം അത്രയ്ക്ക് സ്ഫോടനാത്മകമാണ് പൊതുവെയുള്ള വെസ്റ്റ് ഏഷ്യയിലെ സ്ഥിതിഗതികൾ. എങ്കിലും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അല്ലെങ്കിൽ ആദ്യം സംഭവിച്ചത് നമ്മൾ ആദ്യം വന്ന ഒരു ഇതാണ് ഒക്ടോബർ 7 ബെഞ്ച് മാർക്കായി എടുക്കാൻ. ഒക്ടോബർ 7, 2023 ബെഞ്ച് മാർക്കായി എടുക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിച്ചു കഴിയുമ്പോൾ, അവിടെ പരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ മറ്റ് വിഷയങ്ങളെ കണ്ടെയ്ൻ ചെയ്യാനും വലിയ തോതിൽ ഒതുക്കി വയ്ക്കാനും സാധിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്.